ആദ്യം ഏഷ്യാനെറ്റ് പോലെ ഒരു പ്രമുഖ മാധ്യമം എന്തിനാണ് മറച്ചു വെക്കുന്നത്? അവർ കൊടുത്തത് എന്താണ്? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വേടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ്. അത് അടയാളപ്പെടുത്തുന്നത് ഒരു വിഭാഗത്തെയാണ്, ഒരു സമൂഹത്തെയാണ്, അധ്വാനിക്കുന്ന ഒരു വലിയ വിഭാഗത്തെയാണ്. അതിന് പകരം അതിനെ ട്രോളിക്കൊണ്ട് ഏഷ്യാനെറ്റ് പോലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ്. ആനക്കൊമ്പ് ഈ പുലിപ്പല്ലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പുലിപ്പല്ല് ആനക്കൊമ്പൊക്കെ പലർക്കും അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഒരു ആരാധകൻ കൊടുത്തതാണ്, ഇത് പുലിപ്പല്ലാന്നോ എലിപ്പല്ലാന്നോ. ഇപ്പോൾ എനിക്കൊരു പല്ല് കൊണ്ട് തന്നിട്ട് ഇത് പുലിയുടെ പല്ലാന്നോ കാണ്ടാമൃഗത്തിൻ്റെ പല്ലാന്നോ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അയാൾക്കൊരു ഗിഫ്റ്റ് കിട്ടുകയാണ്, അത് അയാൾ തുറന്ന് സമ്മതിച്ചു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ജാമ്യം അനുവദിക്കുമ്പോൾ വനം വകുപ്പ് എതിർപ്പാണ്. കാരണം ഇത്രയേറെ ജാഗ്രതയുള്ളൊരു വകുപ്പ്. വേടനെ പോലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ, ഇത്രയേറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ ജാമ്യം കൊടുക്കരുതെന്ന് വനം വകുപ്പ് ഔദ്യോഗികമായിട്ട് എതിർക്കുകയാണ്. കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ പുലിയെ പിടിച്ചു, വേട്ടയാടി, പുലിയെ കൊന്നു, അതിൻ്റെ നഖമൂരിയെടുത്ത് ഇയാൾ ഉണ്ടാക്കി ധരിച്ചതുപോലെ ജന്മത്തിൽ എനിക്ക് ഒരു ഉന്നത കുലജാതനായി എനിക്ക് ജനിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നിടത്താണ് പിന്നെ വേടൻ പറയുന്നത് ഞാൻ പറയാനല്ല. അതുപോലെ തന്നെ ഒരു ചീഫ് സെക്രട്ടറി പോലും അഭിപ്രായപ്പെടുന്നു അവരുടെ കറുപ്പിനെ കുറിച്ച്, നിറത്തിനകത്താൽ അപമാനിക്കപ്പെട്ടു. കേരളത്തിൽ, സാംസ്കാരിക കേരളത്തിൽ അവരുടെ നിറം കാരണം അപമാനിക്കപ്പെട്ടു. നിങ്ങൾക്ക് പൊതുരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒരു വേടനാകാൻ ആഗ്രഹമുണ്ട്? പക്ഷേ എല്ലാവരുടെയും മനസ്സിലൊരു വേടനുണ്ടെന്ന്. നിങ്ങളുടെ മനസ്സിലുണ്ട്? എൻ്റെ മനസ്സിലുണ്ട് വേടൻ. ഞാൻ ആ വേടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനമാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് വേടനെ. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ പേര് തന്നെ പ്രതിഷേധമാണ്. അങ്ങനെ ഈ വേടൻ കറുത്തിരിക്കുന്ന ആളിനെ കൂട്ടുകാർ കളിയാക്കിയതിന് ഇനി എനിക്ക് വേടൻ മതി, അങ്ങനെ പേര് തീരുമാനിക്കുന്ന ഒരുത്തൻ. അപ്പോൾ ഒരു ജന്മനാ കിട്ടിയ ഒരു പ്രതിഷേധമാണ് അവന് എനിക്ക് തോന്നുന്നത്. കാരണം മുഴുവൻ സമയവും കറുപ്പ് ധരിക്കുക, മുഴുവൻ സമയവും വില കൂടിയ വസ്ത്രങ്ങളൊക്കെ വേറെ കിട്ടുമല്ലോ ധരിക്കാൻ, അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. പക്ഷേ മുഴുവൻ വേഷവും കറുപ്പാവുക, പേര് തന്നെ പ്രതിഷേധ സൂചകമായി വേടൻ എന്ന്. ഇവിടുത്തെ ഈ കാലഘട്ടത്തിലൊക്കെ ജാതിപ്പേരും വാലും ഒക്കെ ഇപ്പം പുതിയതായിട്ട് ഫിറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. എത്ര സുന്ദരനല്ലെങ്കിലും എത്ര താഴെത്തട്ടിലുള്ള ആളുകളാണെങ്കിലും ആ കുറവ് പേരിൽ നികത്താമെന്ന് വിചാരിച്ചുകൊണ്ട് വലിയ പേര് തേടി പോകുന്ന കാലഘട്ടത്തിൽ നല്ലൊരു പേര് എന്ന് നമ്മൾ ധരിക്കുന്ന ആ പേര് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവരെ കൊണ്ടും ഏറ്റവും നല്ല പേര് വേടനാണെന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ വേടൻ എന്ന് മനുഷ്യൻ വെറുക്കുന്ന എന്ന് കരുതുന്ന ഒരു പേര് കേരളം ഒട്ടുക്ക് തരംഗമാക്കി. അതാണ് ഏറ്റവും വലിയ വേടൻ്റെ പ്രത്യേകതയും. വേടൻ ഒരു വികാരവും ഒരു പ്രണയവും ഒരു അഗ്നിയും ഒക്കെ ആയിട്ട് മാറി. 100%. ഇപ്പോൾ ആലോചിച്ച് ഞങ്ങളെടുത്ത ഒരു തീരുമാനം പൂർണ്ണമായും വേടൻ എന്ന വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കലാകാരന് പൂർണ്ണമായും പിന്തുണ കൊടുക്കുകയാണ്. കേരളത്തിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഔദ്യോഗികമായ സർക്കാർ പ്രചാരകനായി തന്നെ വേടനെ നിയോഗിച്ചാൽ, വേടൻ അതിന് സമ്മതിച്ചാൽ, നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിൽ ചെറുപ്പക്കാരുടെ ലഹരി ഉപയോഗത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അതിനേക്കാൾ വലിയ ലഹരിയായ ഈ സ്പർദ്ധയിലും മതവിദ്വേഷത്തിലും വേടന് എന്തെങ്കിലും പങ്കുവഹിക്കാൻ 100% പറ്റും. വേടനെ ആളുകൾക്ക് ഇഷ്ടമാണെന്ന്, എല്ലാ ജാതിയിലും പെട്ട ആളുകൾക്ക്. അതിനകത്ത് അവർണമെന്നോ സവർണമെന്നോ ഒന്നുമില്ല. കാരണം അത്രയും ഇപ്പം നമ്മളതിനാണ് അസൂയപ്പെടുന്നത്. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. വേടൻ പ്രകൃതിയെത്തിയാൽ തന്നെ കഴിവുള്ളവനാണ്. അവൻ്റെ നിറം അവൻ്റെ സൗന്ദര്യമാണ്, അവൻ്റെ പേര് ഒരു വിപ്ലവമാണ്. എത്രയോ അങ്ങനെയുള്ള ഒരു ചരിത്രം അടയാളപ്പെടുത്തും. ഇനി ഒരു 100 കൊല്ലം കഴിയണം ഒരു വേടൻ ജനിക്കണം. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ കേരളം ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് വേടൻ. വേടൻ്റെ രാഷ്ട്രീയം, വേടൻ്റെ നിറം, വേടൻ ചെയ്ത തെറ്റ്, വേടൻ്റെ ലഹരി ഉപയോഗം, അതോടൊപ്പം തന്നെ വേടനെ വേട്ടയാടാൻ അതിസാമർഥ്യം കാണിച്ചുവെന്ന് ഒടുവിൽ ഭരണകക്ഷി പാർട്ടിയിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്നൊരു സ്ഥിതി വന്നു. വേടനെക്കുറിച്ച് ഒരു നാടൻ മനുഷ്യനോട് ചോദിക്കാമെന്ന് ഞാനും വിചാരിച്ചു. എന്നോടൊപ്പമുള്ളത് CR മഹേഷ് MLA ആണ്. CR, ഈ വേടൻ്റെ രാഷ്ട്രീയത്തിനെയും നിലപാടിനെയും
അതിന് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ അടുത്ത സമയത്തുണ്ടായ സംഭവങ്ങൾ? ഞാൻ ഇപ്പോഴാണ് വേടനെ കൂടുതലും ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി വേടനെ ഇങ്ങനെ പിന്തുടരുന്ന ഒരാളാണ്. വേടൻ്റെ സംഗീതം, വേടൻ്റെ വരികളിലെ മൂർച്ച, ഇതൊക്കെ എൻ്റെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടെ കഴിഞ്ഞ മാസം തൃശ്ശൂർ ഒരു കലാപരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിൻ്റെ തൊട്ട് തലേ ദിവസം വേടൻ്റെ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരിക്കൽ അങ്ങോട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പരിപാടി നടത്തണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ എന്നെപ്പോലെ ഒരാളിന് ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് വേടനെ ശ്രദ്ധിക്കാനും വേടൻ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വേടൻ എന്ന കലാകാരനെ 100% ഞാൻ പിന്തുണയ്ക്കുകയാണ്, അംഗീകരിക്കുകയാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ ഇത്രയേറെ ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു കലാകാരൻ വേടനോളം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നീട് ഇപ്പോൾ വേടനെ കുറ്റപ്പെടുത്തുന്നത് വേടൻ്റെ ലഹരിയുടെ ഉപയോഗമാണ്. അത് വേടനെ അതിനകത്തും ഇത്രയേറെ പക്വതയാർന്ന ഒരു അഭിപ്രായം ഒരു അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ട്. വേടൻ ജാമ്യം കിട്ടിയപ്പോഴും വേടൻ പറഞ്ഞത് എൻ്റെ ലഹരി ഉപയോഗം കുറച്ച് ഞാൻ തിരുത്താൻ ശ്രമിക്കും. ഞാനിത് നേരെ മറിച്ച് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ നേതാക്കന്മാരെയൊക്കെ ഇങ്ങനെയുള്ള ആപ്പിൽ ചെന്ന് വീഴുമ്പോൾ, വെട്ടിച്ചെന്ന് വീഴുമ്പോൾ കപട സദാചാരവാദികൾ, സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ സ്ഥിരം പറയുന്ന ഒരു സംഭാഷണം, ഇതെല്ലാം ആളുകൾ ഉണ്ടാക്കുന്നതാണ്, ഞാനിതൊന്നുമല്ല, മാധ്യമ സൃഷ്ടിയാണെന്നാണ്. പക്ഷേ പച്ചയായ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്, ഞാനിത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും. അതുമാത്രമല്ല, ഇത് പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വേടൻ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്, വേടൻ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് കൊടുക്കുന്ന, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ, അദ്ദേഹം പാട്ടിൻ്റെ ഇടയ്ക്ക് പ്രേക്ഷകരുമായി സംസാരിക്കുമ്പോൾ വേടൻ പറഞ്ഞത്, മക്കളെ ഇത് ഉപയോഗിക്കരുത്, നിങ്ങളിത് ഉപയോഗിക്കരുത്, അച്ഛനെ കൊല്ലും, അമ്മയെ കൊല്ലും, രക്തബന്ധങ്ങളെ ഇല്ലാതാക്കും, അതുകൊണ്ട് ഇത് ഉപയോഗിക്കരുതെന്നാണ് വേടൻ കൊടുത്ത സന്ദേശം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കഴിവിനെ, അദ്ദേഹത്തിന് ഇപ്പോൾ വേടൻ വരുന്നു എന്ന് പറയുമ്പോൾ കൂടുന്ന ഒരാൾ ഇന്ന് കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കലാകാരൻ വിചാരിച്ചാൽ, ഇവിടെ മുൻനിര കലാകാരന്മാർ അല്ലെങ്കിൽ കലാരംഗം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ആര് വിചാരിച്ചാൽ കൂടാൻ പറ്റും? ഇത്രയേറെ സ്വീകാര്യത. ഇപ്പോൾ പലരും നിലപാട് തിരുത്താൻ കാരണം എന്താണ്? ആദ്യം ഏഷ്യാനെറ്റ് പോലെ ഒരു പ്രമുഖ മാധ്യമം എന്തിനാണ് മറച്ചു വെക്കുന്നത്? അവർ കൊടുത്തത് എന്താണ്? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വേടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ്. അത് അടയാളപ്പെടുത്തുന്നത് ഒരു വിഭാഗത്തെയാണ്, ഒരു സമൂഹത്തെയാണ്, അധ്വാനിക്കുന്ന ഒരു വലിയ വിഭാഗത്തെയാണ്. അതിന് പകരം അതിനെ ട്രോളിക്കൊണ്ട് ഏഷ്യാനെറ്റ് പോലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ്. പക്ഷേ ഇപ്പോഴാണ് മാധ്യമങ്ങളടക്കം പല നേതാക്കന്മാരും പല ആളുകളും വേടന് പിന്തുണയുമായി ജനസമൂഹത്തെ ഭയന്നുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം, പകരം വെക്കാനില്ലാത്ത വരികളാണ്. ഇത് ജനം ആഗ്രഹിക്കുന്ന, അധ്വാനിക്കുന്ന ജനവിഭാഗം, കറുത്തവൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ, പേരിൻ്റെ പേരിൽ അപരവൽക്കരിക്കപ്പെടുന്നവൻ, നിറത്തിൻ്റെ പേരിൽ അപരവൽക്കരിക്കപ്പെടുന്നവൻ, ജാതിയിൽ കുറഞ്ഞവനായതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ, സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ആട്ടും തുപ്പും ഏറ്റ് കഴിയേണ്ടി വരുന്നവൻ, അവനെയെല്ലാം അയാളുടെ മാധ്യമമായ പാട്ടിലൂടെ, സംഗീതത്തിലൂടെ ചെറുപ്പക്കാരുമായി ആശയവിനിമയം നടത്തി ഒരു വലിയ ത്രസിപ്പ്, അവരാവേശം, അധ്വാനിക്കുന്നവൻ്റെ സംഗീതം വാരി വിതറുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഗീതത്തെയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തെയും ഇത് പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. പിന്നെ ആനക്കൊമ്പ്, ഈ പുലിപ്പല്ലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പുലിപ്പല്ല്, ആനക്കൊമ്പൊക്കെ പലർക്കും അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഒരു ആരാധകൻ കൊടുത്തതാണ്, ഇത് പുലിപ്പല്ലാന്നോ എലിപ്പല്ലാന്നോ. ഇപ്പോൾ എനിക്കൊരു പല്ല് കൊണ്ട് തന്നിട്ട് ഇത് പുലിയുടെ പല്ലാന്നോ കാണ്ടാമൃഗത്തിൻ്റെ പല്ലാന്നോ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അയാൾക്കൊരു ഗിഫ്റ്റ് കിട്ടുകയാണ്, അത് അയാൾ തുറന്ന് സമ്മതിച്ചു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ജാമ്യം അനുവദിക്കുമ്പോൾ വനം വകുപ്പ് എതിർപ്പാണ്. കാരണം ഇത്രയേറെ ജാഗ്രതയുള്ളൊരു വകുപ്പ്. വേടനെ പോലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ, ഇത്രയേറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ ജാമ്യം കൊടുക്കരുതെന്ന് വനം വകുപ്പ് ഔദ്യോഗികമായിട്ട് എതിർക്കുകയാണ്. കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ പുലിയെ പിടിച്ചു, വേട്ടയാടി, പുലിയെ കൊന്നു, അതിൻ്റെ നഖമൂരിയെടുത്ത് ഇയാൾ ഉണ്ടാക്കി ധരിച്ചതുപോലെയാണ്. ഈ ആനക്കൊമ്പിലും അതുപോലെ തന്നെ മറ്റു പലരുടെയും നെഞ്ചത്ത് ഈ പുലിപ്പല്ല് കിടക്കുമ്പോൾ അതാണ് ജനത്തെ പ്രകോപിപ്പിക്കുന്ന യഥാർത്ഥ വിഷയം. അതാണ്
അത് സ്വാഭാവികമായും പ്രത്യക്ഷത്തിൽ കാണുന്ന ആളുകൾക്ക് രണ്ട് നീതിയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ പല സമ്പന്നരുടെയും ഉടുപ്പൂരി നോക്കിയാൽ ശരീരഭാഗങ്ങളിലെല്ലാം പല കൂടുപാത്രത്തിൻ്റെയും പല പല്ലുകളുടെയും ഒക്കെ പല മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സമ്പത്തും പദവികളും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും. എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, അവർക്കൊരു നീതിയാണ്. മറുഭാഗത്ത് ഇത്രയേറെ അദ്ദേഹത്തെ ഈ കേസിൻ്റെ പേരിൽ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടോ? മറ്റു പലരുടെയും നെഞ്ചത്ത് കിടക്കുന്ന പല പല്ലുകളും, ആനക്കൊമ്പുണ്ട്, പുലിപ്പല്ലുണ്ട്, പല പല്ലുകളും കിടപ്പുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നീതിയാണ്. എത്രയോ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഇതുപോലെയുള്ള സ്ത്രീപീഡന കേസുകളിൽ, ഇങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ഏതെങ്കിലും ആനക്കൊമ്പ് ആരെങ്കിലും ഒരാൾ കുറ്റമേറ്റു പറഞ്ഞ് ശരിയാണ്, ഞാൻ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, എൻ്റെ ആരാധകരോട്, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരാൾ വേടം പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടോ? വേടം പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ലേ? വേടം പറഞ്ഞാൽ എന്താണ്? ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്, ഞാൻ നിങ്ങളോട്, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, ഞാൻ ഈ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിതനായി വരാൻ ശ്രമിക്കുകയാണ്. കേരള സമൂഹം മുഴുവനും മനസ്സിലാഗ്രഹിക്കുകയാണ്. ചെറുപ്പക്കാർ വേടൻ പറഞ്ഞാൽ അനുസരിക്കും. വേടം പ്രഖ്യാപിക്കുകയാണ് ഇനി മേലിൽ ഈ ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ്. കേരളത്തിലെ ലഹരിക്കെതിരായിട്ടുള്ള സർക്കാരിൻ്റെ തന്നെ ഏറ്റവും യൂത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്ന മികച്ച ക്യാമ്പയിനറായി തന്നെ ഈ വേടനെ തിരഞ്ഞെടുക്കണമെന്ന്, ഈ ഇത്രയും വേട്ടയാടിയ ഭരണകൂട സംവിധാനമെന്ന് ആളുകൾക്ക് തോന്നിപ്പിച്ച ആ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള രാഷ്ട്രീയ പാർട്ടികളും പിന്നീട് താൻ തോന്നിത്തം കാണിച്ചു, അസംബന്ധം കാണിച്ചു, തെമ്മാടിത്തം കാണിച്ചു എന്നൊക്കെ പറയേണ്ടി വന്നു. ഇപ്പോൾ തന്നെ ഇന്നലത്തെ വാർത്ത എന്താണ്? 18 പേർ ജയിൽ വാർഡന്മാർ, അങ്ങ് ശ്രദ്ധിച്ചോന്നറിയില്ല, 18 ജയിൽ വാർഡന്മാർ ഒരുമിച്ച് യോഗം ചേർന്നു. എന്തിൻ്റെ പേരിലാണ്? നമ്മുടെ കേരളത്തിൽ ജയിൽ വകുപ്പ് പോലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിലെ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന, പല ജയിലുകളിൽ ജോലി ചെയ്യുന്ന 18 ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ യോഗം കൂടാൻ പാടുണ്ടോ? അവർക്കെതിരായിട്ട് എന്ത് നടപടിയെടുത്തു? സ്വാഭാവികമായൊരു സ്ഥലം മാറ്റം. ഇപ്പോൾ അവർ തന്നെ സമൂഹ മാധ്യമത്തിൽ ആ പടം പങ്കുവച്ചപ്പോഴല്ലേ അത് വാർത്തയായത്. അങ്ങനെ എന്തെല്ലാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഭരണതലത്തിൽ ഉന്നതരായ ഇത് നടക്കുന്നു. അപ്പോൾ അപ്പോഴാണ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പിന്തുടർന്ന് വേട്ടയാടുന്നു എന്നൊരു ഇത് വന്നത്. ഇത് പറയുമ്പം CR മഹേഷും സവർണനാണ്. ഇതിലൊരു സവർണ വേട്ടയുടെ ഭാഷ്യം എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സവർണ വേട്ടയുടെ ഒരു സാന്നിധ്യം ഇതിലെങ്ങനെയാണ് കാണുന്നത്? ഇപ്പം ഞാൻ സവർണനാണെന്ന് അങ്ങ് പറയുന്നതല്ലേ, എന്താണ് ഇതിൻ്റെ ആ ഒരു നിർവചനം പറയാനായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ശരി, എൻ്റെ അനുഭവത്തിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ ഒരുപാട് സാധാരണക്കാരനെ കാണുന്ന ഒരാളാണ്. സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും, ഈ രണ്ട് വിഭാഗം എൻ്റെ അനുഭവത്തിൽ. മതം പോലും, വലിയ കോലാഹലം ഉണ്ടാക്കുന്ന മതങ്ങൾ പോലും ഈ സമ്പത്തിൻ്റെ മുമ്പിൽ ചാഞ്ഞും ചരിഞ്ഞും മാറി നിൽക്കുന്ന അവസ്ഥയാണ്. ഇന്നലെ 2 ദിവസത്തിന് മുമ്പ് ഞാൻ വിവാഹത്തിൽ പങ്കെടുത്തു. 2 വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളാണ്. അവർ രണ്ടും സമ്പത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരുടെ വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞ വിവാഹം മംഗളകരമായി നടത്തി കൊടുത്തു. വഴക്കില്ലാതെ നടത്തി. ഇല്ലാത്തവൻ്റെ വഴക്കുണ്ടാകുകയാണെങ്കിൽ ഭയങ്കര വഴക്ക്. നേരെ മറിച്ച് അപ്പോൾ അവിടെ ജാതി മാറി നിന്ന് കൊടുത്തു, അവിടെ മതം മാറി നിന്ന് കൊടുത്തു. നേരെ മറിച്ച് ഒരു ഭാഗത്ത് സമ്പത്തുള്ളയാളും മറുഭാഗത്ത് സമ്പത്തില്ലാത്ത, അല്ലെങ്കിൽ അവരെ പോലെ സാംസ്കാരിക സാമൂഹിക മുൻപന്തിയിലില്ലാത്ത ഒരാളുമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ വിവാഹം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള അന്തരം ഇതാണ് യഥാർത്ഥ വ്യത്യാസം. അല്ലാതെ മറ്റേതൊക്കെ വെറുതെ മനുഷ്യന് പ്രയോജനമില്ലാത്ത വാക്കുകൾ പറയുക എന്നുള്ളതല്ലാതെ, സവർണനായി ജനിച്ച് പട്ടിണി കിടന്ന് മരിക്കുന്ന അങ്ങയുടെ അനുഭവത്തിന് എത്രയോ ആളുകളുണ്ട്, എത്രയോ പാവപ്പെട്ടവരുണ്ട്, എത്രയോ ആളുകളുണ്ട്. ഈ വേടനെ പിന്തുണച്ചുകൊണ്ടൊരു ശബ്ദം കേരളത്തിൽ ഉയരുമ്പോൾ, ആ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു ശബ്ദം, അല്ലെങ്കിൽ വേടനോടൊപ്പം നിൽക്കുന്ന ഒരു ശബ്ദം, പ്രത്യേകിച്ച് ഈ സാംസ്കാരിക സാഹിത്യയുടെയൊക്കെ ചുമതലയുള്ള ഒരാളെന്ന് കൂടി ചോദിക്കുകയാണ്, അതൊരു പ്രതീക്ഷ നൽകുന്ന ഘടകമല്ലേ? നമ്മൾ പലപ്പോഴും കേരളത്തിലെ സമൂഹം ഭയങ്കര എന്താ പറയുന്നത്, ഈ പറയുന്ന സോ കോൾഡ് അധികാരമുള്ളവന് ഈ കുറിപ്പുകൾ എഴുതുന്ന, അവനെ പൊക്കി അവനെ അഭിനന്ദിച്ച് കുറിപ്പുകൾ എഴുതുന്ന, അല്ലെങ്കിൽ ഇതിലെല്ലാം നോക്കി പലതും നടക്കുമ്പോൾ വേടനെപ്പോലൊരു ചെറുപ്പക്കാരനെ ഈ അവൻ്റെ ഒരു വിഷയത്തിൽ അവൻ്റെ ആശയങ്ങളോട്, അവൻ്റെ ആ അപരവൽക്കരണത്തിൻ്റെ ചില സൂചനകൾ കിട്ടിയപ്പോൾ തന്നെ അവന് വേണ്ടി ശബ്ദമുയർത്തുന്നൊരു കേരളം. അതായത് പണ്ട് കാലത്തൊരു വലിയ നേതാവ് പ്രസംഗിച്ചാൽ ആളുകൾ ത്രസിക്കുമായിരുന്നു.
ആ നേതാവിൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു, അത് കേട്ട് അനുസരിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ഉണ്ടോ? ഒരു വലിയ എഴുത്തുകാരൻ്റെ എഴുത്ത് വായിച്ച് അല്ലെങ്കിൽ നോവൽ വായിച്ച് കഥ വായിച്ച് ത്രസിച്ച് അതിൻ്റെ പാത പിൻപറ്റി ആ രീതിയിൽ ജീവിക്കുന്ന ഉത്തേജിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ഉണ്ടോ? ഇന്നത്തെ തലമുറ, പുതിയ തലമുറ ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതിനെ അനുകരിക്കുവാനോ തയ്യാറല്ല. ആ സമയത്താണ് വേടനെ അനുകരിക്കാനും വേടൻ്റെ പാട്ട് കേൾക്കാനും വേടൻ്റെ വരികൾ ഉൾക്കൊള്ളാനും തയ്യാറായി വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വേടൻ ഈ ചെറുപ്പക്കാരോട്, യുവതലമുറയോട്, ഞാനിതിൻ്റെ ഇരയാണ്, ഞാനിത് അനുഭവിച്ചവനാണ്, ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം എന്ന് വേടൻ പ്രഖ്യാപിച്ചാൽ, വേടൻ്റെ ഓരോ പാട്ട് പാടുന്ന സ്ഥലത്തും വേടൻ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും ഒരു വലിയ കൂട്ടം ചെറുപ്പക്കാർ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകും. അതുകൊണ്ടാണ് കുറ്റമേറ്റു പറഞ്ഞ് ഈ സാമൂഹിക പരിഷ്കർത്താക്കളെ പോലെ, കപട സദാചാരവാദികളെ പോലെ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് അങ്ങനെ പറയുന്നിടത്ത് ഇത് ഞാൻ ഉപയോഗിച്ച ആളാണ്, ഞാൻ ഇനി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇതിൽ ഈ വേടൻ്റെ ആശയങ്ങളെ ഇപ്പോൾ താങ്കൾ പറയുമ്പോൾ ഒരു ലഹരിയുടെ ഒരു പരിമിതിയിലേക്ക് ചുരുക്കുന്നതിനപ്പുറത്ത് ഈ കേരളത്തിൽ നിലനിന്നു പോരുന്ന ചില ഇരട്ട നീതികളോട്, ചില അന്യവൽക്കരണത്തോട്, ചില അപരവൽക്കരണത്തോടു കൂടി വേടൻ പ്രതികരിക്കുന്നുണ്ട്. അത്രമേൽ വേടൻ്റെ ആശയങ്ങൾ പ്രതികരിക്കത്തക്ക നിലയിലുള്ള അപരവൽക്കരണവും അന്യവൽക്കരണവും ഈ നവോത്ഥാനം അനുഭവപ്പെടുന്ന കേരളത്തിലുണ്ടോ? അതെ, ഈ ആ വാക്കുകളുടെ തൂക്കമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേടൻ്റെ അങ്ങ് വേടനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ആ ആശയങ്ങളോട് ഞാൻ യോജിക്കുന്നത് വേടൻ്റെ നമ്മുടെ മനസ്സിലുള്ളതായിട്ടൊരു വീണ മുറിവ് നാളത്തെ അറിവാണെന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നുന്നില്ലേ, അങ്ങ് പറയാൻ ആഗ്രഹിച്ച വരികളായിട്ട് അങ്ങേക്ക് തോന്നുന്നില്ലേ? അതുപോലെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം പേരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം വേടൻ പാട്ടിലൂടെ, ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഈണത്തിലൂടെ, ഇമ്പമാർന്ന വരികളിലൂടെ, സംഗീതത്തിലൂടെ ആ ഈ പുതിയ കാലത്തിനനുസരിച്ച് പറയുമ്പോൾ ആളുകൾ ഏറ്റെടുക്കും. ഞാൻ വേടനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? വേടൻ്റെ വരികളാണ്. വേടൻ എഴുതി ആ വേടൻ്റെ വരികളെ സാധൂകരിക്കത്തക്ക നിലയിലുള്ള ചില സാമൂഹിക ചുറ്റുപാട് ഇവിടെയുണ്ട്. അതാണ് എൻ്റെ 100% ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് കണ്ടു. ഇപ്പോൾ ഹിന്ദുമതത്തിലെ ജാതി, ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, തമ്പുരാനാണെങ്കിൽ എനിക്കൊരു ഇതുമില്ല എന്ന് പറയുന്ന വേടൻ്റെ വാക്ക്, അത് ഇസ്ലാം മതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ മറ്റൊരു മതത്തിനെതിരായിട്ട് നിനക്കതിനെക്കുറിച്ച് പാടാൻ ധൈര്യമുണ്ടോ, നിനക്കതിനെക്കുറിച്ച് പാടാൻ ഇതുണ്ടോ എന്ന് പറയുന്നൊരു ഇങ്ങനെ ഇതിനെ മറ്റു രീതികളിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് അതും ഒരു വിദ്വേഷത്തിന് മാർഗമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അടുത്ത ജന്മത്തിൽ എനിക്ക് ഒരു ഉന്നത കുലജാതനായി എനിക്ക് ജനിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നിടത്താണ് പിന്നെ വേടൻ പറയുന്നത്, ഞാൻ പറയാനല്ല. അതുപോലെ തന്നെ ഒരു ചീഫ് സെക്രട്ടറി പോലും അഭിപ്രായപ്പെടുന്നു അവരുടെ നിറത്തിനാൽ അപമാനിക്കപ്പെട്ടു. കേരളത്തിൽ, സാംസ്കാരിക കേരളത്തിൽ അവരുടെ നിറം കാരണം അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നിടത്ത്, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഞാനൊരിക്കൽ ചോദിച്ചാണ്, മന്ത്രിമാരാണോ തന്ത്രിമാരാണോ ഭരിക്കുന്നതെന്ന് ചോദിച്ചതുപോലെ, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ, കഴകക്കാരനായി വെച്ച ആളിന് ആ തന്ത്രിമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഈഴവ കുലജാതനായതുകൊണ്ട് ആ കുലത്തിൽ ജനിച്ചതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ഒരു തീരുമാനം. അപ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആ വർണ്ണവെറി ഉണ്ട് എന്നുള്ളതാണ്. അതിനെതിരായിട്ടാണ് വേടൻ്റെ ശബ്ദം. പിന്നെ അയാൾ വളർന്നു വന്ന വഴി, അയാൾ അനുഭവിച്ച പട്ടിണി, ഈ തെറ്റിനപ്പുറത്ത് അയാളെ അങ്ങ് വേട്ടയാടി തീർക്കണമെന്നൊരു വാശിയുള്ളത് അത് അസൂയയുടെ ഭാഗമായിട്ടാണ്. കാരണം ഇവിടുത്തെ പല ആളുകൾക്കും സ്വാധീനിക്കാൻ പറ്റാത്ത തരത്തിൽ ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഇത്രയേറെ ആളുകളെ പാടി ത്രസിപ്പിക്കാൻ കഴിഞ്ഞാൽ എന്ത് തൂക്കമാണ് ആ വരികൾക്ക്. ഓരോ വരികളും പിന്നെ പുലയരെല്ലാവരും കൂടി ചേരമരായാൽ പുലയൻ്റെ പുല മാറുമോ ഈ കേരളത്തിൽ, എല്ലാം ശുഭം വരുമോ, പറയരെല്ലാവരും കൂടി സാമ്പവരായാൽ പറയൻ്റെ പഴി മാറുമോ ഈ കേരളത്തിൽ, എല്ലാം ശുഭം വരുമോ എന്നൊക്കെയുള്ള എല്ലാ വേടൻ എഴുതിയിട്ടുള്ള മുഴുവൻ വരികളും എടുത്ത് പരിശോധിച്ചു. അതിനുശേഷം ജാമ്യം കിട്ടിയതിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, പുതിയ ആൽബം ഇറങ്ങിയല്ലോ, നിങ്ങൾ കേട്ടിരുന്നോ, കൊള്ളായിരുന്നോ,
വളരെ ആത്മവിശ്വാസത്തിൽ പക്വതയാർന്ന ഒരഭിപ്രായം. അതിനകത്ത് ഏറ്റവും നമ്മൾ വേടനെ പിന്തുണയ്ക്കുന്നത് ഒരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുള്ള ആളാണ്, അതെനിക്ക് സമൂഹത്തോട് പറയുന്നതിന് മടിയില്ല. ഞാൻ ഉപയോഗിച്ച ആൾ, അനുഭവിച്ച ആൾ സാക്ഷ്യം പറയുകയാണ്, നിങ്ങളിത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ആരോഗ്യത്തെയും മനസ്സിനെയും നമ്മുടെ കുടുംബജീവിതത്തെയും സമൂഹത്തിൽ നമുക്കുള്ള എല്ലാ നല്ല ഇതിനെയും നശിപ്പിക്കും. ഉപയോഗിച്ച ആൾ പറയുകയാണ്. അല്ലാതെ രാപകൽ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മുഖത്തെല്ലാം പൗഡർ ഇട്ടാൽ ആ ഉപയോഗിച്ചതിൻ്റെ വൃത്തികേട് മാറും, നല്ല വെള്ളയും ഇട്ടാൽ ആ വൃത്തികേട് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിൽ എൻ്റെ മുമ്പിൽ വന്ന് ബോധവൽക്കരണം നടത്തുകയല്ല വേടൻ ചെയ്യുന്നത്. ഈ കേസിൽപ്പെട്ടതിന് ശേഷം വേടന് പിന്തുണ കൂടാൻ കാരണം എന്താണ്? വേടൻ പറയുകയാണ്, ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, എനിക്ക് തന്നെ അറിയാം എൻ്റെ വലിയും എൻ്റെ കുടിയും പ്രശ്നമാണ്, സമൂഹം ഇഷ്ടപ്പെടുന്നില്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാപ്പ് തരണം, ഞാൻ എത്രയും പെട്ടെന്ന് ഈ വലയത്തിൽ നിന്നും പുറത്തു ചാടി എൻ്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാണ്. മാത്രവുമല്ല, നിങ്ങളിത് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള, ധൈര്യമുള്ള, ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരൻ വേടനോളം വേറെ ആരുണ്ട്. അതുകൊണ്ടാണ് വേടനെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ വേടൻ്റെ പ്രോഗ്രാമിലുള്ള ആൾക്കൂട്ടം, വേടൻ്റെ വരികളൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ വേടൻ്റെ ഒരു പ്രോഗ്രാം നടത്താൻ വളരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. വേടനെ മുൻനിർത്തി കേരളത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാന സർക്കാർ തന്നെ വേടനെ, ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കുവാനും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനും വേടനെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യണം. കാരണം അതുപോലെ ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ പറ്റിയ ഒരാൾ വേറെ ഇല്ല കലയിലൂടെ. പിന്നെ ഇവരെന്തിനാണ് ഈ അസ്വസ്ഥരാകുന്നത്? കാരണം കലാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിപക്ഷ പ്രവർത്തനമാണ്. ഒരു നാടകം ചെയ്താൽ സ്വാഭാവികമായ നാടകത്തിൽ ഇരിക്കുന്ന ഭരണകൂടത്തിനെതിരെ വിമർശിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പ്രതിപക്ഷമാകും. ഇരിക്കുന്ന ഭരണകൂടത്തെ മാത്രമല്ല, ആ സമൂഹത്തിൽ ആ നാടകം അവതരിപ്പിക്കപ്പെടുമ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിക്കെതിരായിട്ട് കലഹിക്കേണ്ടി വരും. അപ്പോൾ നാടകം ഒരു പ്രതിപക്ഷ പ്രവർത്തനമാണ്. കഥാപ്രസംഗവും അതുപോലെ തന്നെയാണ്. എഴുത്ത്, പ്രസംഗം, ഇതെല്ലാം പ്രതിപക്ഷ പ്രവർത്തനമാണ്. നമ്മുടെ വികലമായ മനസ്സിൽ തോന്നുന്നത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വി ഡി സതീശനാണ്, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ UDF ആണ്. അതല്ല പ്രതിപക്ഷം. വ്യത്യസ്തമായ അഭിപ്രായം എല്ലാം ഈ നിലവിലിരിക്കുന്ന വ്യവസ്ഥയ്ക്കെതിരായിട്ട്, ഭരണകൂടത്തിനെതിരായിട്ട്, തെറ്റുകൾക്കെതിരായിട്ട് പറയുന്ന എല്ലാം പ്രതിപക്ഷമാണ്. അത് കലയാണ് ഏറ്റവും വലിയ പ്രതിപക്ഷ പ്രവർത്തനം. അതുകൊണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നാടകത്തിലൂടെ, കഥാപ്രസംഗത്തിലൂടെ, പാട്ടിലൂടെ. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേടൻ. വേടൻ്റെ പാട്ടുകൾ പ്രതിപക്ഷ ശബ്ദമാണ്, പ്രതിപക്ഷ സ്വരമാണ്. അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന് എതിരായിട്ട് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മണ്ണിൻ്റെ മണമുള്ള പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്നവർ പറയേണ്ട വാക്കുകളും വരികളുമല്ലേ വേടൻ പറയുന്നത്. ഇനി അങ്ങ് ഒരു പ്രൈം സ്പോട്ടിൽ നിൽക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടി ഞാൻ ചോദിക്കുകയാണ്. ഈ വേടനെ വേട്ടയാടുന്നത് പോലെ രാഷ്ട്രീയത്തിൽ ഈ നിറവോ ഭാവങ്ങളോ ആളുകളെയോ നോക്കി സംഘടനകൾക്കകത്തോ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തോ ഒക്കെ? തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വലിയ വിഭാഗം അപരവൽക്കരിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ താമസിക്കുമ്പോൾ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുമ്പോൾ, ഇന്ത്യയിൽ ജീവിക്കേണ്ടി വരുമ്പോഴും അവരെ മറ്റൊരു നാട്ടുകാരാണ് എന്ന് വരുത്തി തീർക്കുകയും ഞങ്ങളതല്ല, ഇന്ത്യയോട് കൂറുള്ളവരാണെന്ന് ആ വരുത്തി തീർക്കുന്ന ആളുകൾ ആണയിട്ട് പറയുകയും ചെയ്യേണ്ടെന്ന് വല്ലാത്തൊരു സങ്കടകരമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിലർ മാത്രം ദേശസ്നേഹികൾ, ബാക്കി മുഴുവനും ദേശവിരുദ്ധർ. ചിലർക്ക് മാത്രം ദേശത്തോട് കൂറ്, ചിലർക്ക് മാത്രം ദേശത്തോട് എതിർപ്പ്. അങ്ങനെയുള്ള ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് പൊതുരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒരു വേടനാകാൻ ആഗ്രഹമുണ്ട്? പക്ഷേ എല്ലാവരുടെയും മനസ്സിലൊരു വേടനുണ്ടെന്ന്. നിങ്ങളുടെ മനസ്സിലുണ്ട്? എൻ്റെ മനസ്സിലുണ്ട് വേടൻ. ഞാൻ ആ വേടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനമാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് വേടനെ. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ പേര് തന്നെ പ്രതിഷേധമാണ്. അങ്ങനെ ഈ വേടൻ കറുത്തിരിക്കുന്ന ആളിനെ കൂട്ടുകാർ കളിയാക്കിയതിന് ഇനി എനിക്ക് വേടൻ മതി, അങ്ങനെ പേര് തീരുമാനിക്കുന്ന ഒരുത്തൻ. അവൻ ഒരു ജന്മനാ കിട്ടിയ ഒരു പ്രതിഷേധമാണ് അവന് എനിക്ക് തോന്നുന്നത്. കാരണം മുഴുവൻ സമയവും കറുപ്പ് ധരിക്കുക, മുഴുവൻ സമയവും വില കൂടിയ വസ്ത്രങ്ങളൊക്കെ വേറെ കിട്ടുമല്ലോ ധരിക്കാൻ, അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. പക്ഷേ മുഴുവൻ വേഷവും കറുപ്പാവുക, പേര് തന്നെ പ്രതിഷേധ സൂചകമായി വേടൻ എന്ന്. ഇവിടുത്തെ ഈ കാലഘട്ടത്തിലൊക്കെ
ജാതിപ്പേരും വാലും ഒക്കെ ഇപ്പം പുതിയതായിട്ട് ഫിറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. എത്ര സുന്ദരനല്ലെങ്കിലും എത്ര താഴെത്തട്ടിലുള്ള ആളുകളാണെങ്കിലും ആ കുറവ് പേരിൽ നികത്താമെന്ന് വിചാരിച്ചുകൊണ്ട് വലിയ പേര് തേടി പോകുന്ന കാലഘട്ടത്തിൽ നല്ലൊരു പേര് എന്ന് നമ്മൾ ധരിക്കുന്ന ആ പേര് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവരെ കൊണ്ടും ഏറ്റവും നല്ല പേര് വേടനാണെന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ വേടൻ എന്ന് മനുഷ്യൻ വെറുക്കുന്ന എന്ന് കരുതുന്ന ഒരു പേര് കേരളം ഒട്ടുക്ക് തരംഗമാക്കി. അതാണ് ഏറ്റവും വലിയ വേടൻ്റെ പ്രത്യേകതയും പ്രതിഷേധം. വേടൻ ഒരു വികാരവും ഒരു പ്രണയവും ഒരു അഗ്നിയും ഒക്കെ ആയിട്ട് മാറി. 100%. ഒരു സിനിമാ താരത്തിനും വലിയ ഉന്നത കുലജാതരെന്നൊക്കെ പെടുന്ന പല ആളുകൾക്കും ഇന്ന് വേടനൊരു തലവേദനയാണ്, വേടനൊരു അസൂയയാണ്. MG ശ്രീകുമാർ പറഞ്ഞ ഞാനിങ്ങനെ ഒരാളിനെ കുറിച്ച് കേട്ടിട്ടില്ലെന്നാണ്. പിന്നെ MG ശ്രീകുമാർ ഇങ്ങനെ മേളിലോട്ട് നോക്കിയാണ് നടക്കുന്നത്. അതായിരിക്കും ഈ CRലേക്ക് തന്നെ ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, താങ്കളുടെ ഉള്ളിലെ ഒരു വേടഭാവത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ടോ ജനപ്രതിനിധി ആയതുകൊണ്ടോ പരിമിതപ്പെടുത്തേണ്ടി വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും. വേടനാ പരിമിതിയുടെ ആവശ്യമില്ല. എങ്കിൽ നിങ്ങൾക്ക് ആ വേടഭാവങ്ങൾ ഈ ഇപ്പം താങ്കൾക്ക് ചുമതല കിട്ടിയിട്ടുള്ള സാംസ്കാരിക സാഹിതിയിൽ കലയിലൂടെ ഞങ്ങൾ കൃത്യമായും അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ എന്നുള്ള നിലയിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം, പക്വത കാണിക്കണം, ആലോചിക്കണം, പ്രത്യേകിച്ചൊരു നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ കൂടി. അതുകൊണ്ട് ഞാൻ പഴയതുപോലെ വെപ്രാളപ്പെട്ട് തീരുമാനം പറയാറില്ല. ഇപ്പോൾ ആലോചിച്ച് ഞങ്ങളെടുത്ത ഒരു തീരുമാനം പൂർണ്ണമായും വേടൻ എന്ന വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കലാകാരന് പൂർണ്ണമായും പിന്തുണ കൊടുക്കുകയാണ്. കേരളത്തിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഔദ്യോഗികമായ സർക്കാർ പ്രചാരകനായി തന്നെ വേടനെ നിയോഗിച്ചാൽ, വേടൻ അതിന് സമ്മതിച്ചാൽ, നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിൽ ചെറുപ്പക്കാരുടെ ലഹരി ഉപയോഗത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അതിനേക്കാൾ വലിയ ലഹരിയായ ഈ സ്പർദ്ധയിലും മതവിദ്വേഷത്തിലും വേടന് എന്തെങ്കിലും പങ്കുവഹിക്കാൻ 100% പറ്റും. വേടനെ ആളുകൾക്ക് ഇഷ്ടമാണെന്ന്, എല്ലാ ജാതിയിലും പെട്ട ആളുകൾക്ക്. അതിനകത്ത് അവർണമെന്നോ സവർണമെന്നോ ഒന്നുമില്ല. കാരണം അത്രയും ഇപ്പം നമ്മളെന്തിനാണ് അസൂയപ്പെടുന്നത്? ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. വേടൻ പ്രകൃതിയെത്തിയാൽ തന്നെ കഴിവുള്ളവനാണ്. അവൻ്റെ നിറം അവൻ്റെ സൗന്ദര്യമാണ്, അവൻ്റെ പേര് ഒരു വിപ്ലവമാണ്. എത്രയോ അങ്ങനെയുള്ള ഒരു ചരിത്രം അടയാളപ്പെടുത്തും. ഇനി ഒരു 100 കൊല്ലം കഴിയണം ഒരു വേടൻ ജനിക്കണമെങ്കിൽ. വേടൻ്റെ ചില ഭാഷ്യങ്ങൾ അങ്ങയുടെ എന്താ പറയുന്നത്, ഈ പറഞ്ഞ സംസ്കാര സാഹിതിയിൽ നിന്നും അതുപോലെ കലാരൂപങ്ങളിലുമൊക്കെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. വേടനെക്കുറിച്ച് അതാണ് ഒരു നാടൻ മനുഷ്യന് പറയാനുള്ളത്. അതുകൊണ്ടാണ് ആമുഖമായി ഞാൻ ചോദിച്ചത്, ഈ പറയുന്ന വേടൻ്റെ ആ വേടത്തരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില സംഗതികൾ പല സന്ദർഭങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരാൾ കൂടി എന്നുള്ള നിലയിൽ നാടൻ മനുഷ്യൻ്റെ ഒരു വേടനോടുള്ള ആ അഭിപ്രായങ്ങളുടെ ചിന്തകളുടെ ഭാഗമായിട്ടാണ് നിങ്ങളുമായി ഇത് പങ്കുവച്ചത്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആശയങ്ങളെയാണ് പിന്തുടരേണ്ടത്. കറുപ്പും വെളുപ്പും ജാതിയും മതവുമൊക്കെ വേറൊന്ന്.